മൈക്ക് അവിടെ കൊണ്ടുവെക്കേണ്ടി. അപ്പൊ നേരത്തെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞെങ്കിലും അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല എന്നെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാറ്റ്സ് സോ ഫിയോ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴേക്കും വൈറലായി ഗൈസ്. ഇതെന്റെ ഒരു കഥയാണ്. സത്യം പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വലിയ ബ്രേക്ക് വന്നു യൂട്യൂബിൽ. ഞാൻ തുടക്കക്കാരി ആയതുകൊണ്ട് അങ്ങനെ അന്വേഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിക്കി ഉണ്ടായിരുന്നില്ല വീട്ടില്. അപ്പൊ തന്നെ വെറുതെ കറങ്ങാനൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് പോയി. ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു തലകറക്കം പോലെയൊക്കെ തോന്നി. പക്ഷെ ഞാനത് അത്ര കാര്യമാക്കിയില്ല. ഞാൻ ഫുഡ് കഴിക്കാത്തോണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെ ഇങ്ങനെ ഒഴിവാക്കി വിട്ട് ഞാൻ അവസാനം ഒരു പെഡിക്യൂറൊക്കെ ചെയ്യാന്ന് പറഞ്ഞൊരു സലോണിലെത്തി. അവിടെ എത്തിയിട്ടുള്ള എൻ്റെ കലബിലെ വർത്താനം നിങ്ങളൊന്ന് കേട്ടിട്ട് വാ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഞാൻ അപ്പൊ ഇവിടെ സലോണിന്റെ അവിടെ എത്തി. ഞാൻ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ടോട്ടലി വിട്ടുപോയിട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഹാഫ് ആൻ അവർ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ കുറച്ച് തലകറക്കൊക്കെ പോലെ വന്നപ്പോൾ വണ്ടി വേഗം സൈഡാക്കി. നമുക്കിതാ പുറകിൽ കാണുന്ന ആ ബിൽഡിങ്ങിലാണ് സലോണുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ അറിയുന്നില്ല ഗൈസ്, അവിടെ നിന്ന് 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആവാൻ പോവാന്നാണ്. അവിടെ നിന്നാണ് കഥയുടെ ട്വിസ്റ്റ് തുടങ്ങുന്നത്. ഞാൻ ഈ കറക്കമൊക്കെ കഴിഞ്ഞ് പയ്യെ വീട്ടിലെത്തി, ഭയങ്കര ടയേർഡ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇന്ന് മുഴുവൻ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, അപ്പൊ അതിന്റെ ആയിരിക്കും എന്നിട്ട് ഞാൻ വിക്കില്ലാത്ത സന്തോഷത്തിൽ ഒരു പിസ്സയൊക്കെ ഓർഡർ ചെയ്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിസ്സ. വിക്കിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചുള്ളപ്പോൾ അധികം ഓർഡർ ചെയ്യാറില്ല. അപ്പൊ ഞാൻ തന്നെയാണല്ലോ, അപ്പൊ എന്തായാലും പിസ്സയൊക്കെ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു പിസ്സയും ഒരു ജ്യൂസും ഒക്കെ ഓർഡർ ചെയ്ത് കഴിക്കാനിരുന്നെങ്കിലും എനിക്ക് 2 വായ കഴിച്ചപ്പോഴേക്കും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ പിസ്സ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചു, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ഫുഡ് പോയ്സണിങ് ഒക്കെയാണ് ആലോചിച്ചത്. കുറച്ചൊരു ഇങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഫുഡ് പോയ്സൺ ആയിരിക്കും എന്ന് വെച്ച് ആ പിസ്സയൊക്കെ അടച്ചു വെച്ച് ഞാൻ നേരെ ഉറങ്ങാൻ പോയി. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോ എന്റെ തല പൊങ്ങുന്നില്ല എന്ന് മാത്രല്ല, എക്സ്ട്രീം നോസിയ, ടയേർഡ്നെസ്. എനിക്ക് ബെഡിൽ നിന്ന് എണീറ്റ് ഒന്നും ചെയ്യാനുള്ള എനർജി ഇല്ല. ഈവൻ ബാത്റൂമിലേക്ക് പോകാനുള്ള എനർജി പോലും ഇല്ല. ഞാൻ ഫുൾ ചത്ത് കിടക്കുകയാണ് ബെഡില്. എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഫോൺ ഉണ്ട് അടുത്ത്. അപ്പൊ എനിക്ക് ഭയങ്കര വയ്യ. അപ്പൊ ഞാൻ മമ്മീനെ വിളിച്ചിട്ട്, മമ്മി എൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ മമ്മി ഒരു ഫംഗ്ഷനിലായിരുന്നു. അപ്പൊ മമ്മി കുറച്ച് തിരക്കില്ല. അപ്പൊ മമ്മി ഇടയ്ക്ക് വിളിക്കും, എന്നിട്ട് എന്തെങ്കിലും 2 വർത്താനം പറയും. പനി ഉണ്ടെങ്കിൽ പാരസിറ്റമോൾ കഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഞാൻ മമ്മീനെ വിളിച്ചിട്ട് മമ്മി എന്തെങ്കിലും പറയും എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. ഇതൊരു സൈക്കിൾ ഒരു 4-5 പ്രാവശ്യം സംഭവിച്ചു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ വെക്കുമ്പോൾ എനിക്ക് കുറച്ച് ഇങ്ങനെ അൺയൂഷ്വൽ ആയിട്ട് സംതിങ് ഇസ് റോങ്. അതായത് നോർമലി ഒരു പനി അല്ലെങ്കിൽ ഒരു ഫുഡ് പോയ്സൺ വരുന്ന ഫീലിംഗ് അല്ല, സംതിങ് ഇസ് റോങ് വിത്ത് മീ എന്ന് എനിക്ക് അപ്പൊ തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു കാര്യം ചെയ്യാം. എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, അലൻ ചേട്ടൻ. ആളൊരു ഡോക്ടറാണ്. അപ്പൊ ഞാൻ എപ്പോഴും ഫസ്റ്റ് എന്തെങ്കിലും ഹെൽപ്പിന് ആളെയാണ് വിളിക്കാറ്. അപ്പൊ ഞാൻ അലൻ ചേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ ആള് പറഞ്ഞത് കേട്ടിട്ട് അത്ര സുഖമില്ല, എന്നാലും ഒരു കാര്യം ചെയ്യാം, മരുന്ന് തരാം, പക്ഷെ നാളെ പറ്റുകയാണെങ്കിൽ നീ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചേട്ടന്റെ ഡയഗ്നോസിനെ ഭയങ്കര ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാ ശരി, നാളെ വേണമെങ്കിൽ പോവാം. പക്ഷേ രാത്രി ആവും തോറും, അപ്പോഴേക്കും വിക്കി വന്നു. ഒരു 6 മണി ആയപ്പോഴേക്കും ഞാൻ ചത്ത പോലെ വീണ്ടും ബെഡിൽ കിടന്നു. ചേട്ടൻ എഴുതിയ മരുന്ന് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കണം. അപ്പൊ വിക്കി എന്നെ ചീത്ത പറയാട്ടാ, ഫുഡ് എന്താ കഴിക്കാത്ത, എത്ര ഫുള്ള് 2 ദിവസമായിട്ട് നീ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, എന്താ ഇങ്ങനെ ഫുഡ് കഴിക്കാണ്ട് എങ്ങനെ മരുന്ന് കഴിക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ശരിയാണല്ലോ, ഞാൻ 2 ദിവസമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ എന്ന് അപ്പോഴും ഞാൻ ശരിക്കും ആലോചിക്കണേ. എന്നിട്ട് എന്തോ ഇങ്ങനെ 2 വായ എന്തോ കഴിച്ചിട്ട് ഗുളിക കഴിച്ച് ഞാൻ അപ്പൊ ഉറങ്ങി. പിന്നെ രാത്രി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നുക, എനിക്ക പക്ഷെ വോമിറ്റ് ചെയ്യുന്നില്ല, വോമിറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ കഴിഞ്ഞ് രാവിലെ ആയപ്പോ ഒരു തീരുമാനമായി. മാനേജർക്ക് മെസ്സേജ് അയച്ച് വെച്ചതോടെ ഞാൻ ഭയങ്കര ടയേർഡായി, വീണ്ടും ഫുൾ കിടപ്പായി, എണീറ്റ് നന്നായിട്ട് വോമിറ്റ് ചെയ്തു. അതോടെ വിക്കി പറഞ്ഞു ഇനി നമുക്ക് എന്തായാലും ഡോക്ടറെ അടുത്ത് പോവാം, അധികം വെച്ചുകൊണ്ടിരിക്കണ്ട, ഇത് നോർമൽ പനി പോലെ തോന്നണില്ലേ ഞങ്ങൾക്ക് 2 ആൾക്കും.
ഒരു വിധത്തിൽ മാറി ഹോസ്പിറ്റലിലെത്തി, എമർജൻസിയിലെത്തി, അവര് ട്രിപ്പ് കയറ്റി. പിന്നെ പനി ഉണ്ട് നോക്കിയപ്പോ, അപ്പൊ പനി കുറയാനുള്ള ഇഞ്ചക്ഷൻ ഒക്കെ തന്നു കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ച് ഉഷാറൊക്കെ. അപ്പൊ ഞാൻ അത്ര നേരം ഇങ്ങനെ വാടിക്കുടഞ്ഞ് ഇങ്ങനെ കിടന്നു. ഞാൻ കട്ടിൽ മേനീറ്റൊക്കെ ഇരുന്ന് നേഴ്സുമാരോടൊക്കെ ഫുൾ കമ്പനി അടിച്ച് വർത്താനൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ എനിക്കും ഒരു പ്രതീക്ഷ വന്നു, കഴിഞ്ഞു ഇതിപ്പോ ഞാൻ ഭക്ഷണം കഴിക്കാത്തതിന്റെ പ്രശ്നമാണ്. പിന്നെ അവരും നാവും കണ്ണൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആണ്, ഇതെന്താണ് ഫുഡ് വെള്ളമൊന്നും കഴിക്കാത്ത 2 ദിവസം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞപ്പോ ഇത് അതിന്റെ പ്രശ്നമാണ്, കുഴപ്പമില്ല അങ്ങനെ. പക്ഷെ ഞാൻ ചാവാൻ കിടന്നാലും ഫുഡ് കഴിക്കാതിരിക്കാറില്ല. ഫുഡ് എന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് അറിയാലോ. അപ്പോ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എനിക്ക് എന്താണ് ഫുഡ് കഴിക്കാൻ പറ്റാത്ത? അപ്പൊ സംതിങ് ഇസ് റോങ് എന്നെ ഉള്ളിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ വന്നിട്ട് പറയുന്നത്, ബ്ലഡ് ടെസ്റ്റിൽ SGPT SGOT നല്ല എലിവേറ്റഡ് ആണല്ലോ മോള് വല്ല ആയുർവേദ മരുന്ന് കഴിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പണ്ടങ്ങാണ്ട് കുറച്ച് ആയുർവേദ മരുന്ന് കഴിച്ചിരുന്നു, പക്ഷെ കുറച്ച് നാളായിട്ട് ബ്രേക്ക് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഇത് നോർമലി നമുക്ക് എന്തുകൊണ്ടാണ് വരുന്നത്, ഇങ്ങനെ ചില ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ ഇങ്ങനെ ലിവർ ടോക്സിറ്റി പോലെ വന്നിട്ട് ഇത് എലിവേറ്റഡ് ആവാറുണ്ട്. അല്ലെങ്കിൽ ചില ഹൈഡോസ് മരുന്നുകൾ കഴിക്കുമ്പോൾ, അതായത് ഇപ്പൊ നമ്മൾ പെയിൻ കില്ലർ, അപ്പൊ എനിക്ക് അതിന് മുന്നൊരു ദിവസം പല്ല് എക്സ്ട്രാക്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം നല്ല ഹൈഡോസ് പെയിൻ കില്ലർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചില പെയിൻ കില്ലേഴ്സ് നമ്മൾ കഴിക്കുമ്പോൾ ഈ ലിവർ ടോക്സിസിറ്റി സംഭവിക്കും. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഈ എൻസൈംസ് കൂടാം. അപ്പൊ അതിന്റെ കാരണം നമുക്ക് നോക്കണം. ഇത് ഇത്ര കൂടിയിരിക്കുന്നത് ബോഡിക്ക് നല്ലതല്ല. അപ്പൊ കാരണം നമ്മൾ നോക്കേണ്ട കാരണം ഒരു ദിവസം വേണമെങ്കിൽ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് നമുക്കൊരു ഒബ്സർവേഷനിൽ വെക്കാം. അപ്പൊ ഞാനിങ്ങനെ അഡ്മിറ്റോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അഡ്മിറ്റ് ആയിട്ടില്ല. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഇത്ര വലിയ അസുഖമാണോ അങ്ങനെയൊക്കെ പറയണ. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് എക്സൈറ്റഡ് അല്ല, ഐ മീൻ ലൈക്ക് അഡ്മിറ്റോ അങ്ങനെയൊക്കെ. ജോക്സ് പാർട്ട്. അത് കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആയി. അപ്പോഴേക്കും മമ്മി ആയോ എന്നൊക്കെ വിളിച്ചിട്ടുള്ള മോഡിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഓൾ സിക്ക് കിഡ്സ് നീഡ് ദെയർ മോം. അപ്പൊ ഞാൻ മമ്മീനെ വിളിച്ചു വരുത്തി. മമ്മി 2 മണിക്കൂർ കൊണ്ട് എത്തി. പല്ലി ചലച്ച പോലത്തെ സൗണ്ട് ബാക്കിലിരിക്കുന്ന മമ്മി തന്ന ഉമ്മയാണ് കേട്ടോ. മമ്മിയാണ് ഇന്ന് ബിഹൈൻഡ് ദ ഓക്കെ. അപ്പൊ അങ്ങനെ മമ്മി വന്ന് ഞാൻ അഡ്മിറ്റഡ് ആയി. അപ്പോ നല്ല റൂമൊക്കെ ആയിരുന്നു, കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടുത്തെ ഒരു ഷോട്ടാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അവിടെ പിന്നെ എനിക്ക് ഞാനൊരു 7 ഡേയ്സോളം അഡ്മിറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജായി. ഇപ്പൊ വീട്ടിൽ വന്ന് കുറച്ച് ദിവസമായി, ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ 7 ഡേയ്സ് അവിടെ കിടന്നത് എന്ന് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവുമായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ യൂട്യൂബ് തുടങ്ങി ഉടനെ വൈറലായി. ക്യാപ്ഷൻ ക്രെഡിറ്റ്സ് ബൽറാം പി മേനോട്ടോ. ആക്ച്വലി എനിക്ക് വന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഇതിനെ ഹെപ്പറ്റൈറ്റിസ് A എന്നാണ് നോർമലി അറിയപ്പെടുന്നത്. ഇത് ലിവറിനെ എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഇത് വരുന്നത് നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളം, ജ്യൂസ്, അങ്ങനത്തെ കുക്ക്ഡ് അല്ലാത്ത സാധനങ്ങൾ കഴിക്കുമ്പോഴാണ് വരുന്നത്. ആൻഡ് ഇതിന്റെ ഇൻക്യുബേഷൻ ടൈം ഒരു 3 days തൊട്ട് 28 days വരെ ഉണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞൊരു മാസത്തിൽ എപ്പോഴെങ്കിലും പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരാം. അപ്പോ നമുക്കങ്ങനെ പിൻ പോയിന്റ് ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന ഫുഡ് കഴിച്ചപ്പോഴാണ് വന്നത് എന്ന് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഡോക്ടർ പറഞ്ഞു. ഞാൻ താമസിക്കുന്നത് കാക്കനാട് എടച്ചിറയിൽ ഒരു ഫ്ലാറ്റിലാണ്. ആ എടച്ചിറ പരിസരത്ത് ഒരു ഓൾമോസ്റ്റ് 15 ഹെപ്പറ്റൈറ്റിസ് A പേഷ്യൻസ് ആളുടെ അടിയിൽ തന്നെ ആ ഹോസ്പിറ്റലിൽ കഴിഞ്ഞൊരു മാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ ഇതൊരു വൈറൽ ഡിസീസാണ്. അതുകൊണ്ട് തന്നെ കണ്ടേജിയസ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരാൾ ഇങ്ങനെ തമ്മിൽ കണ്ടേജിയസ് അല്ല. കണ്ടാമിനേറ്റഡ് ഫുഡാണ് ഇതിന്റെ മെയിൻ സോഴ്സ്. അല്ലെങ്കിൽ പിന്നെ ഒരു എഫക്റ്റഡ് ആളുടെ ഫീക്കൽ മാറ്റർ ഓറലി കൺസ്യൂം ചെയ്യണം. അങ്ങനെയാണ് കണ്ടേജിയസ് ആണെന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ ഒരാളെ ശുശ്രൂഷിച്ചതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ മമ്മിയും വിക്കിയും മാറി മാറി ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം തലയിൽ വെട്ടിയിട്ടോണം ഞാൻ കംപ്ലീറ്റ് ബെഡ് റിഡൺ ആയിരുന്നു. അത് എന്നുവെച്ചാ നോർമലി മനുഷ്യന്മാര് വയ്യാത്തപ്പോ എണീക്കുന്നത് ബാത്റൂമിൽ പോവാൻ, യൂറിൻ പാസ് ചെയ്യാൻ, ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെയാണ്. ഞാൻ പിന്നെ ഫുഡും വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പരിപാടിയൊന്നുമില്ല. അപ്പൊ ഫുൾ ടൈം കിടക്കുകയായിരുന്നു. പിന്നെ ഡോക്ടർ വന്നിട്ട് നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു.
ഇതിന്റെ കുറച്ച് ലക്ഷണങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇതൊരു ആ പ്രോസസ്സിൽ കൂടെ പോയി, ഇത് വൈറസ് ആയതുകൊണ്ട്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആയതുകൊണ്ട് ഇതിനൊരു മരുന്നില്ല, ക്യൂർ ഇല്ല, ആന്റിബയോട്ടിക്സ് വർക്ക് ചെയ്യില്ല, ബാക്ടീരിയ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ഫുൾ കോഴ്സ്, ആ പ്രോസസ്സ് ഫുള്ള് കംപ്ലീറ്റ് ആവും. അതായത് ആദ്യം ഒരു 3-4-5 ഡേയ്സ് പനി ഉണ്ടാവും, പിന്നെ അതിന്റെ കൂടെ തന്നെ ഛർദി തുടങ്ങും, പിന്നെ ഒരു 10 ഡേയ്സ് ഛർദി ഉണ്ടാവും, പിന്നെ അത് മഞ്ഞപ്പിത്തം ജോണ്ടിസ് ആയിട്ട് മാറും. അത് കഴിഞ്ഞിട്ടാണ് നമുക്കിത് മാറും. മൊത്തം ഒരു 30 to 45 ഡേയ്സ് എടുക്കും ഈ ഫുൾ കംപ്ലീറ്റ്ലി മാറാൻ ഡോക്ടേഴ്സ് നമ്മൾ ഡേ 1 തൊട്ട് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോ എന്താ പറയാ, ഇതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോഴേക്കും ഞാനൊരു വഴിയായി. കാരണം ഭയങ്കര ക്ഷീണം, ഒരു ദിവസം 18-20 പ്രാവശ്യമൊക്കെ വോമിറ്റിങ്, എന്നുവെച്ചാൽ ഒന്നും കഴിക്കുന്നില്ല, അപ്പൊ ഫുഡ് ഒന്നും പോകുന്നില്ല. ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ബൈലോ അല്ലെങ്കിൽ ഇങ്ങനെ എയറോ ഒക്കെയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് ഫുൾ ആ ആക്ഷൻ കാരണം നടുവേദന, വയറുവേദന, ആകെ ബുദ്ധിമുട്ട്. പിന്നെ എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റാണ്ടായി. ഞാൻ ബക്കറ്റ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കട്ടും വരുന്നിട്ടായി ഛർദ്ദിക്കില്ല. അതിന്റെ ഒരു ഫോട്ടോ പറ്റിയൊക്കെ ഞാൻ സൈഡിൽ അങ്ങാനും കൊടുക്കാട്ടോ. മമ്മി ഇടയില് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു എന്റർടൈൻമെന്റ്. കാരണം മമ്മീനെ ഞാൻ ഫോണൊന്നും നോക്കാൻ സമ്മതിച്ചിട്ടേ ഇല്ല. സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അപ്പൊ ഇറിറ്റേഷൻ ആണ്. ഒന്ന് ഓഫ് ചെയ്യോ ഫോൺ, ഒന്ന് സംസാരം നിർത്തുവോ. ഇതന്നെയായിരുന്നു ആ കുറച്ച് ദിവസങ്ങൾ. ഞാൻ ഫുൾ പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് സൗണ്ട് കേൾക്കാൻ പറ്റില്ല, ലൈറ്റ് കാണാൻ പറ്റില്ല, ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. പിന്നെ ഫുൾ ടൈം എങ്ങനെ കിടന്നാലും ശരിയാവില്ല. കിടക്കുമ്പോൾ ഇരിക്കാൻ തോന്നും, ഇരിക്കുമ്പോൾ കിടക്കാൻ തോന്നും. എന്നാൽ ഇരിക്കാനുള്ള ആവതുണ്ടോ അതും ഇല്ല. കിടക്കുമ്പോ പിന്നെ ഈ എന്താ പറയാ, ട്രിപ്പ് കയറ്റുന്ന കാനുല ഉള്ളതുകൊണ്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റില്ല, കൈ ഇങ്ങനെ വെക്കണം, അങ്ങനെയൊക്കെ ആകെ ബുദ്ധിമുട്ട് ഗൈസ്. ചുരുക്കം പറഞ്ഞ എന്നെ കൊണ്ടേ പോകുമെന്ന് പറയണ പോലെ ഒരു വഴിയായി. ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു, ദൈവമേ ശത്രുക്കൾക്ക് പോലും ഇത് വരുത്തല്ലേ എന്ന്. അത്രയും അടുത്തു ഞാൻ. എനിക്ക് ഇപ്പോഴൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഫുള്ളി മാറിയിട്ടില്ല, പക്ഷെ കുറച്ചും കൂടി ഉഷാറ്. ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി, വീട്ടിൽ വന്നപ്പോ തന്നെ പിന്നെ കുറച്ചുകൂടിയൊക്കെ ബെറ്ററായി. ഫുഡ് കഴിക്കാൻ തുടങ്ങി, എന്റെ കാര്യങ്ങളൊക്കെ തന്നെ വെച്ചാൽ എനിക്ക് അത്യാവശ്യം കുറച്ച് ഇങ്ങനെ അടുത്ത വീടിനകത്തൊക്കെ തന്നെ നടക്കും, അങ്ങനെയൊക്കെ ആയി. അപ്പൊ തന്നെ എനിക്ക് ഭയങ്കര ഉഷാറ്. പക്ഷെ നടുവേദന ഭയങ്കരമായിട്ടുണ്ട്, അങ്ങനെയൊക്കെ. അപ്പൊ ആ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോണില്ല. ബേസിക്കലി ഞാൻ പറയാൻ ട്രൈ ചെയ്യുന്നത്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇപ്പൊ കേരളത്തിൽ കുറച്ചധികം ഉണ്ട് എന്നാണ് നമ്മൾ കേൾക്കണേ. അതായത് എന്റെ നേരത്തെ കസിൻ ബ്രദർ പറഞ്ഞില്ലേ ഡോക്ടർ, ചേട്ടൻ പറഞ്ഞു ചേട്ടന്റെ അവിടെയൊക്കെ 250+ പേഷ്യൻസ് ഓൾറെഡി റിപ്പോർട്ടഡ് ആണ്. അങ്ങനെ അപ്പൊ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുന്നത് അത്ര കുഴപ്പമില്ല, കാരണം കുക്ക് ചെയ്ത ഈ ബാക്ടീരിയ, ഈ വൈറസ് ചത്തുപോകും. പക്ഷെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക കുറച്ച് നാളത്തേക്ക്. പിന്നെ ജ്യൂസ് ഒന്നും കുടിക്കാതിരിക്കുക, അതുപോലെ വെള്ളമൊക്കെ ബോട്ടിൽഡ് വാട്ടർ ഒക്കെ തന്നെ കുടിക്കാൻ നോക്കുക. അല്ലാണ്ട് ഇങ്ങനെ അവർ ഗ്ലാസ്സിൽ ഒഴിച്ചു തരുന്ന വെള്ളം നമുക്ക് അറിയില്ല, അത് തിളപ്പിച്ചിട്ടുള്ളതാണോ എന്നൊന്നും അറിയില്ല. അപ്പൊ അതൊക്കെ ഡേഞ്ചറസ് ആണ്. പിന്നെ വീട്ടില് ഫിൽറ്റർ ഉള്ളവരും ഓക്കെ, ഇല്ലാത്തവര് നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുക. നമുക്ക് ഇതിന്റെ സോഴ്സ് എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്നുവെച്ചാൽ കുറച്ച് എവിടെന്നെങ്കിലും കുറച്ചൊരു കണ്ടാമിനേഷൻ വന്നാൽ മതി, ഇത് പെട്ടെന്ന് ക്യാച്ച് ഓൺ ചെയ്യും. പിന്നെ ഇതിന് വാക്സിൻ ഉണ്ട് കേട്ടോ, ഹെപ്പറ്റൈറ്റിസ് എക്ക് വാക്സിൻ ഉണ്ട്. ഇപ്പോ ഞാനൊക്കെ ചെറുപ്പത്തിലാവുമ്പോ ഹെപ്പറ്റൈറ്റിസ് ബിക്കാണ് മെയിൻ ആയിട്ട് വാക്സിൻ എടുക്കാറ്. പക്ഷെ ഇപ്പോ ഹെപ്പറ്റൈറ്റിസ് എക്കും ഉണ്ട്. അത് ഏത് പ്രായത്തിലും എടുക്കാന്നാണ് എൻ്റെ അറിവ്. അപ്പൊ പറ്റുകയാണെങ്കിൽ വാക്സിനൊക്കെ എടുക്കുക. കാരണം ഒരു സുഖമില്ല ഈ അസുഖം വന്നാൽ, സത്യം പറയാലോ, വെറുതെ നമ്മളെ കൊണ്ടേ പോവും. അതുകൊണ്ട് വാക്സിൻ എടുക്കാൻ പറ്റുന്നവരെടുക്കുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറിയൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാമെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ. ഇനി എന്താ, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇതങ്ങനെ ഒരു എന്റർടൈനിങ് വ്ളോഗൊന്നും അല്ല. എൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ അപ്ഡേറ്റ് പറയാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. See you next time. Bye.